ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പിലെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റിലേ കാണാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതായത് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ അറിയണ്ടേ, അതിൽ ക്യാപിറ്റൽ എന്താണെന്ന് അറിയണ്ടേ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരാൾ ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യലോ, ഈ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എന്ന് പറയും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാഷ് കൊണ്ടുവരും. ഈ ക്യാഷിന് നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ എന്ന് പറയും. അതിന് ഇൻട്രസ്റ്റ് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പോൾ തിയറി പോർഷൻസ് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ തിയറി പോർഷൻസ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ ഫേം. അതായത് ഫേമിനെ സംബന്ധിച്ച് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ചിലവാണ്. അതായത് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം പാർട്ട്നേഴ്സിന്. അപ്പോൾ ഫേമിന് അത് എക്സ്പെൻസ് ആണ്. ആൻഡ് ഗെയിൻ ഫോർ ദ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ അത് ഗെയിനാണ് പാർട്ട്നേഴ്സിന്. എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന് അത് കിട്ടല്ലേ, ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ പാർട്ട്നേഴ്സിന് അത് ഗെയിനും ഫേമിന് അത് എക്സ്പെൻസും ആയിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ് ഓൺലി ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കുകയുള്ളൂ. ദർ ഇസ് നോ സച്ച് പ്രൊവിഷൻ ഇൻ ദ ഡീഡ്. പാർട്ട്നേഴ്സ് ഹാവ് നോ റൈറ്റ് ടു ക്ലെയിം ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഡീഡിലൊന്നും പറയുകയുള്ളെങ്കിൽ പാർട്ട്നേഴ്സിന് എന്തില്ല, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് ഇല്ല. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അതായത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. റേറ്റ്, എമൗണ്ട്, പീരിയഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പല കേസസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. വെൻ ദർ ഈസ് നോ അഡീഷൻ ടു ഓർ വിഡ്രോവൽ ഫ്രം ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്നും വിഡ്രോവലോ ഓർ ബിസിനസ്സിലേക്ക് വീണ്ടും ഒരു ക്യാപിറ്റൽ കൊണ്ടുവരിക ഒന്നും നടക്കുന്നില്ല. അതാണ് കേസ് 1 എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഹോൾ ഇയർ. അതായത് ഒരു വർഷം ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും ഈ ഒരു മെത്തേഡിൽ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സി ആൻഡ് ഡി ആർ പാർട്ട്നേഴ്സ്, ഈക്വലി ആണ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ 1 January, C 20 ആൻഡ് D 13. Calculate interest on capital at 6% per annum for the year on 31st December 2010. ഇതിലെന്താ പറയുന്നത്, സി ആൻഡ് ഡി പാർട്ട്നേഴ്സ് ആണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു 20,000 ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സിയുടെ എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 6% ആണ് റേറ്റ് വരുന്നത്, ഇൻറ്റു 1 ഇയർ, അതായത് ഒരു വർഷം. 1 January കൊണ്ടുവന്നു, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ്, അവിടെ വിഡ്രോവലൊന്നും നടക്കില്ല. അപ്പോൾ സിയുടെ 1,200, ഡിയുടെ 30,000 ഇൻറ്റു 6/100, 1 ഇയറിൽ നമ്മൾ എടുക്കും, 1,800 വരും. ജാനുവരി ടു ഡിസംബർ ആണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് അക്കൗണ്ടിങ് ഇയർ. അതായത് വീണ്ടും ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അത് 2 സ്റ്റെപ്പ് ആക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ഫുൾ ഇയർ. ഫസ്റ്റ് കൊണ്ടുവന്ന ക്യാപിറ്റൽ ഒരു വർഷം ഫുള്ള് കണ്ടുപിടിക്കുക ഇൻട്രസ്റ്റ്. ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ, അത് എന്നാണോ കൊണ്ടുവന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദ ഡേറ്റ് ഓഫ് എൻഡ് ഓഫ് ദ പീരിയഡ്. എന്നാണോ കൊണ്ടുവന്ന ആ ഡേറ്റ് തൊട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതുവരെയും അഡീഷണലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. എന്നാണോ കൊണ്ടുവന്ന ആ ഡേറ്റ് തൊട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓൺ 1 January 2010, A 13 ആൻഡ് B 20. ഡ്യൂറിങ് 2010 എ ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ക്യാപിറ്റൽ 10,000 ഓൺ 1 June, ബി ഇൻട്രൊഡ്യൂസ് 15,000 ജൂലൈയിൽ. ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് 6% per annum. Account are closed 31st December every year. Calculate interest on capital to be allowed to A and B for the year. അതായത് എയും ബിയും ബിസിനസ് തുടങ്ങി 30 and 20 ആണ് അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫുൾ ഇയർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്ന ക്യാപിറ്റൽ 30 and 20 അല്ലേ. അപ്പോൾ ഈ 30,000 ഫുൾ ഇയർ 1 January ടു ഡിസംബർ വരെ. അപ്പോൾ എന്താ, 30,000 ഇൻറ്റു 6/100 ഒരു വർഷം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1,800 എയുടെ വരും. ബിയുടെ ആണെങ്കിലോ 20,000 ഇൻറ്റു 6/100, 1,200 ബിയുടെയും വരും. ഇതാണ് എയുടെയും ബിയുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫുൾ ഇയറിലെ ഇൻട്രസ്റ്റ്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, അതായത് വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ ഇവർ കൊണ്ടുവരാണ്.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എയുടെ 10,000 ഇൻറ്റു 6% ആണ്. ജൂണിലാണ് എ കൊണ്ടുവരുന്നത് അഡീഷണൽ. അപ്പോൾ ജൂൺ ടു ഡിസംബർ വരെ നോക്കിയാൽ പോരെ, ഒരു വർഷം ഫുള്ളില്ലല്ലോ. അപ്പോൾ ജൂൺ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ 7 മന്താണ്. അപ്പോൾ എങ്ങനെയാണ് 10,000 ഇൻറ്റു 7/12 ഇൻറ്റു 6%, 12 മാസത്തിൽ 7 മാസം നമ്മൾ എടുക്കുന്നു. അങ്ങനെ അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 315 എയുടെ കിട്ടും. ബിയുടെ ആണെങ്കിലോ 350 എയുടെ, ബിയുടെ ആണെങ്കിൽ 15,000 ഇൻറ്റു 6% ഇൻറ്റു 6 മന്താണ്. എന്നാൽ ജൂലൈയിലാണ് ബി കൊണ്ടുവരുന്നത്. അപ്പോൾ ജൂലൈ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ 6 മന്ത്. അപ്പോൾ 15,000 ഇൻറ്റു 6% ഇൻറ്റു 6/12. ഇനി എയുടെ 1,800 350 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഇൻട്രസ്റ്റ് എയുടെ. ആൻഡ് ബിയുടെ 1,200 450 ആഡ് ചെയ്യുമ്പോൾ 1,650 ബിയുടെയും കിട്ടും. ഇതാണ് എയുടെയും ബിയുടെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കേസ് വെൻ ദർ ഈസ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കേസാണ് നെക്സ്റ്റ്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഫസ്റ്റ് എന്താ, ഓപ്പണിംഗ് ക്യാപിറ്റൽ അപ് ടു ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ. എന്നാണോ വിഡ്രോ ചെയ്ത് അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ആഫ്റ്റർ വിഡ്രോവൽ ഉണ്ടാവുമല്ലോ, അത് റിമൈനിങ് പീരീഡിലെ കണ്ടുപിടിക്കും. വിഡ്രോവലിന് ശേഷമുള്ള ക്യാപിറ്റൽ റിമൈനിങ് പീരീഡും ഫസ്റ്റിലെ ക്യാപിറ്റൽ എന്നാണ് വിഡ്രോ ചെയ്ത് അവിടെ വരെ നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നോക്കാം. M and N are partners sharing the profit and losses in the ratio 3:2. എമ്മും എന്നും പാർട്ട്ണറാണ്. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2 ആണ്. ദർ ക്യാപിറ്റൽ ബാലൻസ് 1 ജാനുവരി 40 and 30. അതായത് 2 പാർട്ട്ണറാണ്, അവൻ്റെ റേഷ്യോ 3:2 ആണ്. ക്യാപിറ്റൽ ബാലൻസ് 14, 1 ജാനുവരിയിൽ 40 and 30. അത് കഴിഞ്ഞിട്ടോ ഓൺ 1 ജൂലൈ എം ഹാസ് വിഡ്രോ 10,000. അതായത് 1 ജൂലൈയിൽ എം എന്ത് ചെയ്തു, 10,000 വിഡ്രോ ചെയ്തു. സെപ്റ്റംബറിൽ എൻ ഹാസ് വിഡ്രോ 6,000. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എമ്മിൻ്റെ നോക്കാം. അതായത് എമ്മിൻ്റെ ഫസ്റ്റത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 40 അല്ലേ. ഈ 40 എന്നുള്ളൂ, ജാനുവരി ടു ജൂലൈ വരെ ഉള്ളൂ. ബിക്കോസ് ഓഫ് എന്താ, അവിടെ ജൂലൈയുടെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ അത്ര കുറയാണല്ലോ ജൂലൈയിൽ. പക്ഷേ ജൂലൈക്ക് തൊട്ട് ബാക്കിലാണെങ്കിൽ എന്തായിരിക്കും, 40,000 ഫുൾ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 40,000 ഇൻറ്റു 6% ഇൻറ്റു ജനുവരി ടു ജൂലൈ വരെയും 6 മന്താണ്. അപ്പോൾ 6/12 1,200 എമ്മിൻ്റെ. എങ്ങനെയാണ് 40,000 ഇൻറ്റു 6% ഇൻറ്റു 6/12 1,200. ഇനി നമ്മൾ പറഞ്ഞു റിമൈനിങ് ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ, അതായത് 30 ആയി. എങ്ങനെ 40,000 ഉണ്ടായ ക്യാപിറ്റലിൽ നിന്നും 10,000 വിഡ്രോ ചെയ്യുക. അങ്ങനെയാണ് 30 വന്നേക്കുന്നത്. ഈ 30 റിമൈനിങ് പീരീഡിൽ കണ്ടുപിടിക്കുക. അതായത് ജൂലൈ ടു ഡിസംബർ വരെ എത്ര മാസമുണ്ട്, 6 മന്താണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിമൈനിങ് പീരീഡിൽ കണ്ടുപിടിക്കും. 30,000 ഇൻറ്റു 6% ഇൻറ്റു 6/12 റിമൈനിങ് പീരീഡിലാണ് വരും. നെക്സ്റ്റ് എന്നിൻ്റെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ 30,000. അതായത് എന്നെ ആദ്യം കൊണ്ടുവന്നത് 30,000 ആണ്. അപ്പോൾ 30,000 ഫുള്ളായിട്ട് എത്ര നാളുണ്ട്, ജാനുവരി ടു സെപ്റ്റംബർ വരെയല്ലേ ഉള്ളൂ ഫുൾ എമൗണ്ട് ഈ 30. അപ്പോൾ നമ്മൾ 30,000 ഇൻറ്റു 6% ഇൻറ്റു 8/12. അതായത് സെപ്റ്റംബർ 1 ആണ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ എടുക്കണ്ട. അപ്പോൾ 8/12. റിമൈനിങ് എന്ന് പറയുന്നത് 30,000 നിന്നും 6,000 എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് 24,000. ഇത് റിമൈനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെപ്റ്റംബർ ടു ഡിസംബർ വരെ കണ്ടുപിടിക്കുക. അപ്പോൾ 24,000 ഇൻറ്റു 6% ഇൻറ്റു 4/12 എന്ത് 418 എമ്മിൻ്റെ. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1,618. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് നമ്മുടെ സ്ഥിരം എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.